ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേന്ത്രപ്പഴം ചിപ്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിനായി ഞാൻ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അധികം തിക്കായിട്ട് കട്ട് ചെയ്യരുത്. ഇതുപോലെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. നിങ്ങൾക്ക് എത്രയാണോ ചിപ്സിന് ഉപ്പ് ആവശ്യം അത്ര ഇടുക. ഇനി ഇതിലേക്ക് 2 നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്തത്. ഇതൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അടുപ്പത്തെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മഞ്ഞളും ഉപ്പും കൂടെ മിക്സ് ചെയ്ത വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലേശം മുളക് പൊടിയും കൂടെ അതിൽ മിക്സ് ചെയ്യാം. കാരണം ഇത് പഴുത്ത പഴയതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. ഞാനെന്തായാലും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പഴം ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറ ചിപ്സാണ്. ഉണ്ടോ, നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.